ഒരു സമൂഹത്തിന് ചെറിയ പുല്ലുമേഞ്ഞൊരു ഷെൽട്ടറിൽ നിന്ന് നമ്മൾ മനോഹരമായ സ്കൂൾ ഉണ്ടാക്കി. ഞങ്ങളൊരു ബിൽഡിംഗ് പണിഞ്ഞപ്പോൾ തന്നെ UN ഒരു സംഘടന വന്നിട്ട് ഒരു ബിൽഡിംഗ് നിങ്ങൾ പണിഞ്ഞു, അതിനുള്ള ഫിനാൻസ് അവരും തരാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ കമ്പനി മറ്റൊരു ബിൽഡിംഗ് പണിഞ്ഞു കൊടുത്തു. ഇത് ഞങ്ങളുടെ എൻ്റെ ആവുന്ന സമയത്ത് ഒരു വലിയ പ്രസ്ഥാനമായിട്ട് മാറിയത്. മരച്ചുവട്ടിൽ നിന്ന് ക്ലാസ് മുറികളിലേക്ക് എന്നുള്ള ഒരു വാക്കിനെ അനർത്ഥമാക്കുന്ന രീതിയിൽ അത് 4 മുതൽ എന്നുള്ള ക്ലാസ്സിനെ 8 വരെയുള്ളൊരു വലിയ പ്രസ്ഥാനമായിട്ട് മാറ്റാൻ സമ്മതിച്ചു. മലാവി ഡയറീസ് ഹരിനേട്ടനാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. കിണർ കുഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ചെറിയ കട ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് മെയിൻറ്റെയിൻ ചെയ്യണം. സ്കൂൾ വൃത്തിയായിട്ട് നടക്കണം. ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു മാവ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ഞങ്ങളുടെ ഓർമ്മയാണ്. ഈ സാധനം നിങ്ങൾ നോക്കി വളർത്തി വലുതാക്കണം, ഞങ്ങളുടെ സ്നേഹം അതാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. നമസ്കാരം, അരുണാണ്. കൂടെ സുമിയുണ്ട്. അരുണേട്ടൻ തോള് തൂങ്ങിയാണല്ലോ കംപ്ലീറ്റ് വീഡിയോസ് ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങളെ ഇൻട്രോ അങ്ങനെയാണ്. നമുക്ക് പായസം ഭയങ്കര ഇഷ്ടം. അതുപോലെ നമ്മളെ കപ്പയും ബീഫും കൂടെ ഇട്ടിട്ടുണ്ടാക്കുന്ന കപ്പ ബിരിയാണി, അത് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത്. ഒരാഴ്ച കൊണ്ട് 20,000 ബ്രിക്സ് ഉണ്ടാക്കിയിട്ട് എന്നെ വിളിച്ചു. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. 20,000 ബ്രിക്സ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇവർ അടുക്കി വെച്ചേക്കുക. പെയിന്റ് അടിക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടും കൂടെ പെയിന്റ് അടിച്ചു. പെയിന്റ് അടിക്കാൻ അവർക്ക് അറിയില്ല. കൂടെ മജാവോ എന്നൊരു പയ്യനുണ്ട്, നമ്മുടെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ പണിഞ്ഞ സ്കൂള് അതൊരു വാർത്ത ആയതുകൊണ്ടായിരിക്കണം എനിക്ക് തോന്നുന്നു അവിടെ ഇപ്പം ഇല്ലാത്ത കാര്യങ്ങളില്ല. ചില ആൾക്കാർ മാറ്റി നിർത്തും, ഇവർ ഇങ്ങനത്തെ ആൾക്കാരാണ്, ആഫ്രിക്കൻസ് ആണ്, അല്ല അവർ വൃത്തി ഉണ്ടാവില്ല, ഡ്രസ്സ് പഴയതായിരിക്കും, കീറിയതായിരിക്കും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചോളം അതൊരു പ്രശ്നമേ ആയിരുന്നില്ല. ഞാനെപ്പോഴും ചിന്തിക്കുക, നമ്മളും പണ്ട് ഇങ്ങനെ ആയിരുന്നൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. പൊട്ടിയ ചെരുപ്പ്, അതിൽ മറ്റേ സ്റ്റാപ്പർ അടിച്ചോ അല്ലെങ്കിൽ വള്ളി കെട്ടി വെച്ച് ഒക്കെ നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. അരുണും സുമിയാണ് നമുക്കപ്പോൾ. ഹായ്. നിങ്ങളുടെ വീഡിയോസ് കണ്ടിട്ട് ആ സ്കൂൾ ഇങ്ങനെ നിർമ്മിച്ച് കയറിയപ്പോൾ എനിക്ക് തോന്നിയൊരു സന്തോഷമുണ്ട്. ഞാനിപ്പോഴും മറന്നിട്ടില്ല. നിങ്ങളോട് സംസാരിക്കുമ്പോഴൊക്കെയും എൻ്റെ മനസ്സിനകത്ത് ആ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഒരു ആഴം എത്രത്തോളം ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്കൂളിങ്ങനെ പൊങ്ങി പൊങ്ങി വന്നിട്ട് ആ ഫൈനൽ ബിൽഡിംഗ് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു ഹാപ്പിനെസ് ഉണ്ട്. അതെനിക്ക് ഇവിടെ നിന്ന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ചെയ്ത നിങ്ങളുടെ മനസ്സ് എന്തായിരിക്കും എന്നുള്ളതായിരുന്നു അന്വേഷിക്കാൻ ഞാനന്ന് ശ്രമിച്ചത്. ശരിക്കും ആ ഹാപ്പിനെസ് മൊമെൻറ്റിൽ നിന്ന് നമുക്ക് തുടങ്ങാം. എങ്ങനെയത് പറയേണ്ടത്, അത്രയും സന്തോഷമായിരുന്നു. ഒരു സമൂഹത്തിന് ഒന്നുമില്ലാത്തൊരു ചെറിയ പുല്ലുമേഞ്ഞൊരു ഷെൽട്ടറിൽ നിന്ന് നമ്മൾ മനോഹരമായ സ്കൂൾ ഉണ്ടാക്കി. ആ സ്കൂളിനൊപ്പം തന്നെ ഞങ്ങളൊരു ബിൽഡിംഗ് പണിഞ്ഞപ്പോൾ തന്നെ കൂടെ ഒരു UN ഒരു സംഘടന വന്നിട്ട് നമ്മൾ ഈ വോളണ്ടറി വർക്കിലാണ് സ്കൂൾ നിർമ്മിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവരോട് അവിടുത്തെ ആൾക്കാരോട് ചോദിക്കുന്നത് എന്താണ് സംഭവം നടക്കുന്നത്. കാരണം ഞങ്ങൾ രണ്ടുപേരും ഇതിനകത്ത് ഇൻവോൾവഡ് ആണ്. പെയിൻ്റ് അടിക്കാനോ, പെയിൻറ്റ് ഞങ്ങൾ രണ്ടും കൂടെ അടിച്ചിട്ടുണ്ടായിരുന്നത്. അവർ ചോദിച്ചു എന്താണ് ഈ നടക്കുന്നത് ചോദിച്ചപ്പോൾ ഇങ്ങനെയാണ് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നത് പറഞ്ഞപ്പോൾ, എങ്കിൽ ആ ഒരു ഐഡിയയിൽ ഒരു ബിൽഡിംഗ് നിങ്ങളും പണിഞ്ഞു, അതിനുള്ള ഫിനാൻസ് അവരും തരാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഒരു ബിൽഡിംഗ് പണിഞ്ഞു. ഞങ്ങളുടെ കമ്പനി മറ്റൊരു ബിൽഡിംഗ് പണിഞ്ഞു കൊടുത്തു. ഇത് ഞങ്ങളുടെ എൻ്റെ ആവുന്ന സമയത്ത് ഒരു വലിയ പ്രസ്ഥാനമായിട്ട് മാറിയത്. ഒരു പുൽക്കൂട്ടിൽ നിന്ന് മാറിയിട്ട് അത് വലിയ സംഭവമായിട്ട് മാറുക എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് മാത്രമല്ല നാട്ടുകാർക്ക് പോലും അത്ഭുതമായി മാറിയിട്ടുണ്ട്. ആ സ്കൂൾ എന്നുള്ളൊരു സ്വപ്നം മരച്ചുവട്ടിൽ നിന്ന് ക്ലാസ് മുറികളിലേക്ക് എന്നുള്ളൊരു വാക്കിനെ അനർത്ഥമാക്കുന്ന രീതിയിൽ അത് 4 മുതൽ എന്നുള്ള ക്ലാസ്സിനെ 8 വരെയുള്ളൊരു വലിയ പ്രസ്ഥാനമായിട്ട് മാറ്റാൻ സമ്മതിച്ചു. അടിപൊളി. സർക്കാർ അംഗീകരിച്ച് കേരള സഭയിലേക്ക് വിളിക്കുമ്പോൾ അത് വലിയൊരു ഹാപ്പിനെസ് അല്ലേ? അവിടെ കിട്ടിയ ഒരു അപ്രിസിയേഷൻ അപ്പുറത്തേക്ക് നമ്മുടെ സർക്കാർ ഇത് കണ്ടിട്ട് നമ്മളെ വിളിക്കുന്നത് ഒരു ഭയങ്കര സന്തോഷമല്ലേ? ഞങ്ങൾക്കൊരു മെയിൽ വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെക്രട്ടേറിയറ്റിൽ നിന്നാന്ന് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ വണ്ടറായി പോയി. നമ്മുടെ ഒരു മെയിലിലേക്ക് ഒഫീഷ്യലി ഒരാളുടെ മെയിൽ വരിക, അതിനകത്ത് ഒരു IAS പേരോട് കൂടിയിട്ട് നമ്മളെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ കരുതി ആരെങ്കിലും പറ്റിക്കാൻ വേണ്ടി നമ്മളെ അയച്ചതായിരിക്കുന്നത്. പിന്നെ നോക്കി ഒഫീഷ്യലാണ് കാര്യങ്ങൾ വരുന്നത്. പിന്നെ അവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വലിയ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അത് ചെറിയൊരു ഇനിഷ്യേറ്റീവ് കൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ അയച്ചു. പക്ഷേ അത് നമ്മുടെ സർക്കാരിലേക്ക് എത്തുകയും അവിടുന്ന് ഞങ്ങളെ മലാവിയിൽ നിന്നുള്ള ഓരോ രാജ്യത്തു നിന്നും വിളിക്കുന്നതിൽ മലാവിൽ ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഞങ്ങളെ ക്ഷണിച്ചു എന്ന് പറയുമ്പോഴത്തേനാണ് ഞങ്ങൾ അതിൻ്റെ ഒരു വാല്യൂ സർക്കാർ ഞങ്ങളെ മനസ്സിലാക്കി. പ്രവർത്തനത്തിന്റെ ഗ്രാവിറ്റി സർക്കാരിന് തിരിച്ചറിയാൻ പറ്റിയെന്നുള്ളത്. അതാണ്. എന്താ സുമി, എങ്ങനെയാ അവിടെ എത്തിപ്പെട്ടെ? നിങ്ങളുടെ മലാവി ഡയറീസ് എങ്ങനെയാ തുടങ്ങിയത് ഒന്ന് പറയൂ. മലാവി ഡയറീസ് ഹരിനേട്ടനാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞപ്പോൾ നോർമലി പോകുന്ന പോലെ ഹസ്ബൻഡിന്റെ ഇങ്ങനെ ഡയറിയൊക്കെ ഉള്ള ഒരാളെയാണോ കല്യാണം കഴിച്ചത്? അതൊക്കെ അറിയാമായിരുന്നോ? യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് ഒരു ഇത്തിരി വിരലുണ്ടാവുന്ന സബ്സ്ക്രൈബേഴ്സ്, അതും അവിടുത്തെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങിയതാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കല്യാണം കഴിഞ്ഞ് നോർമലി പോണ പോലെ പോയതാണ്. പിന്നെ ഒരു ഞായറാഴ്ച ഇതേപോലെ വില്ലേജിൽ പോയപ്പോൾ ഞാനും കൂടെ പോയി. അപ്പോഴാണ് അവിടുത്തെ സിറ്റുവേഷൻസ് ഒക്കെ മനസ്സിലാവണേ. അപ്പം അങ്ങനെ കൂടി ഞാൻ. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഈ യൂട്യൂബ് ജോലി എന്നൊക്കെ പറയുന്നത് ഒരാൾക്കറിയായിരുന്നു,
അപ്പം എങ്ങനെ കൂടെ പഠിച്ചിരുത്തോ, എങ്ങനെയാണ് പരിപാടി തുടങ്ങിയത്? അതെനിക്ക് മടിയായിരുന്നു. ഞാൻ ഇങ്ങനെ പുറകെ ഒപ്പം ഇങ്ങനെ നിൽക്കുന്നേ ഉള്ളായിരുന്നു. പിന്നെ അങ്ങനെ നോർമലി നമ്മളങ്ങ് സംസാരിച്ചു തുടങ്ങി. പിന്നെ അവരുടെ ഇടയ്ക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പിള്ളേരോട് സംസാരിച്ച് ഞാൻ ആദ്യം മലയാളത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇങ്ങോട്ട് വാ ഇങ്ങനെ നോർമലി അങ്ങനെ സംസാരിക്കും. പിന്നെ അവർ അറ്റാച്ച്ഡ് ആയിപ്പോയി പിള്ളേരുമായിട്ട്. കൂടുതലായിട്ട് അവിടുത്തെ കുട്ടികളോട് നമ്മൾ അറ്റാച്ച്ഡ് ആയി. പിന്നെ അങ്ങനെ അവരിപ്പം പിന്നെ അവിടുത്തെ ചേച്ചിമാർക്ക് അധികം നമ്മുടെ നാട്ടിലത്തെ പോലെ ഫുഡ് അങ്ങനെ ഒരു മസാല ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കാനൊന്നും അറിയില്ല. അവരങ്ങനെയൊന്നുമല്ല, ജസ്റ്റ് ഉപ്പിടും പുഴുങ്ങും അങ്ങനെയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പം അവരെ പുതിയതായിട്ട് ഓരോന്നൊക്കെ ഇങ്ങനെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുത്തും പഠിപ്പിച്ചു കൊടുത്തൊക്കെ അങ്ങനെ അവരെ കൂടെ ഒക്കെ അങ്ങനെ. കുക്കിംഗ് വീഡിയോസിൽ ബിരിയാണി വെക്കുന്നതും പായസം വെച്ചിട്ട് അത് കുടിക്കുന്നതും ഒക്കെ ആ കുട്ടികളുടെ മുഖത്ത് ഒരു സന്തോഷം കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സംഗതി ഇല്ലേ? അതൊക്കെ നമ്മുടെ ഒരു സ്റ്റൈല് തന്നെയാണോ പായസമൊക്കെ അവിടെ വെച്ചത്? നമ്മുടെ സ്റ്റൈലിൽ തന്നെ. അവർക്ക് പായസം ഭയങ്കര ഇഷ്ടം. അതുപോലെ നമ്മളെ കപ്പയും ബീഫും കൂടെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന കപ്പ ബിരിയാണി അത് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. അത് ഞങ്ങൾ അങ്ങനെ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. വീഡിയോ ആക്കാറില്ലെങ്കിലും ഇടയ്ക്ക് അത് ഉണ്ടാക്കാറുണ്ട് അവിടെ. കാരണം കപ്പ ഒരുപാടുണ്ട് അവിടെ, ഒരുപാട് കൃഷി ചെയ്യുന്നതാ കപ്പ. അപ്പൊ അവരുടെ ഫേവറേറ്റ് സാധാരണ എന്തൊക്കെ കഴിക്കാം? സീമ എന്ന് പറയും. മെയ്സിന്റെ പൗഡർ എടുത്തിട്ട് അത് ചൂടുവെള്ളത്തിൽ കുറുക്കിയിട്ട് ഒരു അപ്പമല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫുഡാണ്. എന്തിന്റെ പൗഡറാണ്? നമ്മുടെ കമ്പത്തിന്റെ പൊടി ഉണ്ടല്ലോ, മെയ്സ് കോണിന്റെ പൊടി, അത് ചൂടുവെള്ളത്തിൽ കുറുക്കി ഒരു ഏകദേശം ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ഒരു രൂപത്തിലാവും. അതാണ് അവർ കഴിക്കുക. ഈ മെയ്സിന്റെ പൊടിന്റെ ഒപ്പം കപ്പേന്റെ പൊടിയും കൂടെ മിക്സ് ചെയ്യും. അത് ചില ഭാഗങ്ങളിലുണ്ട്, ചില ഭാഗങ്ങളിലില്ല. അതാണ് ഈ ഫുഡൊക്കെ ഭയങ്കര ടേസ്റ്റി ആയിട്ട് തന്നെയല്ല അവർ കഴിക്കണേ. അവരുടെ നമ്മളെങ്ങനെയാണ് ചോറ് കഴിക്കുന്നത് സെയിം അവർക്ക് സീമയാണ്. നമ്മളിപ്പോ ബിരിയാണി ഇടയ്ക്കല്ലേ കഴിക്കുള്ളൂ, അതേപോലെയാണ് അവർ ഇടയ്ക്കേ ചോറ് കഴിക്കുള്ളൂ. ഈ അരിയൊക്കെ അവിടെ ചില സ്ഥലങ്ങളിൽ പാടമൊക്കെ ഉണ്ട്. നമ്മുടെ നാട് പോലെ തന്നെ പാടും നെല്ലും ഒക്കെ ഉണ്ട് ചില സ്ഥലങ്ങളിലില്ല. അല്ല, ഈ ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ അമേരിക്ക ഉൾപ്പെടെ നമ്മൾ ഉൾപ്പെടെ എല്ലാവരും സഹായങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ. ഈ മലാവിയിലും അങ്ങനെ എത്തുന്ന സ്ഥലം തന്നെയാണോ? അവിടെ റേഷനിങ് സിസ്റ്റം ഒക്കെ അതൊക്കെ എങ്ങനെയാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? NGOs ഒക്കെ ഒരുപാടുണ്ട്. NGOs ഒരുപാടുണ്ട്, പക്ഷെ റേഷൻ സിസ്റ്റം ഒന്നുമില്ല അവിടെ. NGOsകൾ വന്നിട്ട് അവരുടെ ഒരു ഓർഗനൈസേഷൻ വഴി എവിടെയെങ്കിലും അത്രയും പൂറായിട്ട സ്ഥലമുണ്ട് അവിടെ ഫുഡ് എത്തിച്ചു കൊടുക്കുക. കാരണം മലാവി ശരിക്കും പറഞ്ഞാൽ അഗ്രികൾച്ചറിൽ അത്യാവശ്യം ഫാം ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പം മഴേനെ ആണ് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൃഷി ചെയ്യാൻ വേണ്ടി. മഴക്കാലത്താണ് കൃഷിയുള്ളത്, വേനൽക്കാലത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ല. വെള്ളത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് മഴ തുടങ്ങുമ്പോൾ തൊട്ടേ ഇവർ കൃഷി ചെയ്യും. അത് എനിക്ക് തോന്നുന്നു ഒരു 2-3 മാസം ചിലപ്പോൾ ഫുഡിന് വേണ്ടി ഒരു സ്ട്രഗിൾ ചെയ്യും. അതുവരെ മലാവിയിലെ ആളുകൾക്ക് സംബന്ധിച്ചോളം ഫുഡിന് വലിയ പ്രശ്നങ്ങളില്ല. അടിസ്ഥാന സൗകര്യങ്ങളാണ് ശരിക്കും മലാവിയിൽ അവരെ അത്രയും താഴ്ന്ന നിലയിൽ നിർത്തുന്നത് ശരിക്കും പറഞ്ഞാൽ. എങ്കിൽ ഈ സ്കൂളൊക്കെ നിർമ്മിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത് ശരിക്കും അവരുടെ അവസ്ഥ കണ്ടപ്പോൾ അതിനെ കുറച്ചൊന്ന് മെച്ചപ്പെടുത്താമെന്നായിരുന്നു ഫസ്റ്റ് തോട്ട്. എന്താണ് ആ ഫസ്റ്റ് തോട്ട്? എന്താണ് ശരിക്കും പറഞ്ഞാൽ സ്കൂൾ എന്നുള്ള ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞത് അത് ഒരു മഴയത്ത് ഇങ്ങനെ ഓടിപ്പോകുന്ന കുട്ടികളെ കണ്ടു. അപ്പോൾ സ്കൂളില്ല, മരച്ചോട്ടിലിരുന്ന് പഠിക്കുന്നത് കണ്ടു. ഒരു പുല്ലുമേഞ്ഞ ചെറിയൊരു ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ എനിക്ക് 100 ചില്ലാൻ കുട്ടികൾ അവിടെ പഠിക്കേണ്ട സമയത്ത് ഓടിപ്പോകുന്നതിലാണ് തോട്ട് തുടങ്ങുന്നത്. ഞാൻ ആദ്യമായിട്ട് ഞാൻ സിറ്റിയിലാണ് ഞാൻ സിറ്റിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. സിറ്റി എന്ന് പറഞ്ഞാൽ മലാവി ഒരു 2 കാറ്റഗറി. കൺസ്ട്രക്ഷൻ കമ്പനിയിൽ അഡ്മിനിസ്ട്രേഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത് സൈറ്റിൻ്റെ. അപ്പോൾ ആദ്യം ഞാനൊരു ട്രേഡിംഗ് കമ്പനിയിൽ വെയർഹൗസ് മാനേജറായിരുന്നു. അപ്പോൾ സിറ്റിയിലാണ് ജോലി. അപ്പം സിറ്റിയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇതിനെക്കുറിച്ചോ വില്ലേജിനെ കുറിച്ചോ ഒരു ഐഡിയ ഇല്ല. സിറ്റി ലൈഫ് എന്ന് പറഞ്ഞാൽ ലക്ഷറി ലൈഫാണ്. പാർട്ടിയും പരിപാടികളും. നമ്മുടെ നഗരത്തെക്കൂടെ ഒന്നുകൂടെ മെച്ചെന്ന് പറയാൻ പറ്റും. ലോ ക്ലാസ്സും ഹൈ ക്ലാസ്സും എന്നുള്ള ഒരു മിഡിൽ ക്ലാസ്, നമ്മുടെ നാട്ടിലെ ഒരു മിഡിൽ ക്ലാസ് ആളുകൾ വളരെ കുറവാണെന്ന് പറയുന്നത്. മിഡിൽ ക്ലാസ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. പൈസ ഉള്ളവൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ ഉണ്ട്, അല്ലാത്തവൻ്റെ കയ്യിൽ ഒന്നും ഇല്ല എന്നൊരു സിറ്റുവേഷനുള്ളത്. അപ്പോൾ ഈ ഗ്രാമങ്ങളിലെ ആളുകളുടെ ജീവിതം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമില്ല, അവർക്ക് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സ്കൂൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുല്ല് മേഞ്ഞൊരു ഷെഡ് എന്നുള്ള മാറ്റിയിട്ട് കട്ട ഇവരുണ്ടാക്കും. അപ്പം ഇവരെ കൂട്ടിയിട്ട് ഒരു വാളണ്ടിയർ വർക്കിൽ ഒരു ചെറിയ കട്ട കൊണ്ട് 4 ക്ലാസ് റൂം ഉണ്ടാക്കുക, മേളിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഇടുക. അപ്പോൾ എനിക്കാകെ പൈസേൻ്റെ ചിലവ് വരാൻ ഞാൻ ചിന്തിക്കുന്നത് പ്ലാസ്റ്റിക് മേടിക്കാൻ, നമ്മുടെ കറുത്ത പ്ലാസ്റ്റിക് ഉണ്ടല്ലോ, അത് വാങ്ങി അതിന് മേളിലിട്ട് കഴിഞ്ഞാൽ 4 ക്ലാസ് റൂം ആവും. അതിന് വേണ്ട പണിക്കാരെ ഇപ്പോൾ ഇവരെ കൊണ്ട് പറ്റില്ലെങ്കിൽ പണിക്കാരെ ഹയർ ചെയ്യാം. എന്നിട്ട് ചെളി കൊണ്ട് തന്നെ നമ്മൾ പണ്ട് കട്ട ചെളി കൊണ്ട് ഉണ്ടാക്കി, അങ്ങനെയാണ് മലവിലെ വീടുകളെല്ലാം ഉണ്ടാക്കുന്നവർ. ആ സെയിം സിസ്റ്റത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ഒരു ഉത്സാഹവും ആത്മാർത്ഥതയും കണ്ടപ്പം അതിനെ ചെറിയ രീതിയിൽ സിമെൻറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അത് സ്ലോലി ഓരോ കാര്യം ചെയ്യുമ്പോൾ ഇനി ഒന്നുകൂടെ ചെയ്യാൻ പറ്റും. പ്ലാനിങ് കാര്യങ്ങളിലൊക്കെ ഒരു സുഹൃത്ത് സഹായിച്ചില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയ ബിൽഡിംഗ് ആണ്. അപ്പോൾ ഞാൻ വെറുതെ ആരെയും പ്ലാനിങ് ഒന്നും വേണ്ടെന്ന് കരുതി. പക്ഷേ ഇവരോട് സംസാരിച്ചു. ഞങ്ങൾ 20,000 ബ്രിക്സ്, ഒരു കാൽക്കുലേഷൻ ജസ്റ്റ് 20,000 ബ്രിക്സ് വേണം നമുക്ക്. ഒരാഴ്ച കൊണ്ട് 20,000 ബ്രിക്സ് ഉണ്ടാക്കിയിട്ട് എന്നെ വിളിച്ചു. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. 20,000 ബ്രിക്സ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇവർ അടുക്കി വെച്ചേക്കുക, ഇത് ഫയർ ചെയ്യണം.
ഇത്ര ഉള്ളു പരിപാടി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ഭയങ്കര കോൺഫിഡൻസ് വന്നു, ഇവരിത് ചെയ്യും, ഇവർക്കത് ആവശ്യമുണ്ട്. അപ്പം ഞാൻ എൻ്റെ സുഹൃത്തുണ്ട് ആഷിഫ് എന്നാണ് പറയാം, എൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ട്, +2 ഒക്കെ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. അപ്പം അവനോട് ഞാനിങ്ങനെ പറഞ്ഞു, ഞാനൊരു സ്കൂൾ ഉണ്ടാക്കാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ തന്നെ സ്കൂളൊന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇവിടെ ചെറിയ സെറ്റപ്പാണ്, ചിലപ്പോൾ ഞാൻ സ്റ്റക്ക് ആയാൽ നിൻ്റെ ഒരു സഹായം എനിക്ക് വേണ്ടി വരും, അപ്പോൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യേണ്ടി വരുന്നതാണ്. അപ്പോൾ ആഷിഫ് പറഞ്ഞു വേണ്ടി വരുമെന്ന് വേണ്ട, നിൻ്റെ കൂടെ ഞാനുണ്ട്, നീ ധൈര്യമായിട്ട് തുടങ്ങിക്കോ, എന്ന് വേണം നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അവൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതപ്പോൾ കുറച്ചുകൂടെ പ്ലാനായി, കുറച്ച് വൃത്തിയിൽ ചെയ്യണം എന്നായി. അപ്പോൾ എൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന കെന്നത്ത് ഫ്രാൻസിസ് എന്ന് പറഞ്ഞാൽ അവൻ കൊല്ലത്തുള്ളതാണ്. അപ്പോൾ അവനോട് ഞാൻ ഇങ്ങനെ എനിക്കൊരു പ്ലാൻ വേണം, ഇതൊന്ന് വരച്ച് തരണം. ഞാൻ ജസ്റ്റ് ഒരു ഡ്രോയിങ് വെറുതെ വരച്ചുള്ളൂ. അപ്പോൾ ഞാൻ എഞ്ചിനീയറിംഗ് ഫീൽഡല്ല, അപ്പം ഇവൻ എഞ്ചിനീയറാണ്. അപ്പോൾ ഇവനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്. അപ്പോൾ അവൻ ഓക്കെ പ്ലാനിൽ ചെറിയ മാറ്റമൊക്കെ ഒരു അളവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്ന് ബ്രിക്സിൻ്റെ എണ്ണവും കാര്യങ്ങളൊക്കെ തന്നു. അപ്പോൾ ഇതെന്താ പരിപാടി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതേപോലെ നമ്മൾ വരുന്ന വഴിക്ക് സ്കൂൾ കാണാറില്ലേ, ആ പിള്ളേർക്ക് ചെറിയൊരു സെറ്റപ്പ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ എടാ ഞാനും ഉണ്ട്. അപ്പോൾ ഞാൻ പറയില്ലടാ ഇത് വലിയ സെറ്റപ്പൊന്നുമല്ല, അങ്ങനെ ഫണ്ട് വാങ്ങിയിട്ടുള്ള പരിപാടിയൊന്നുമല്ല, നമ്മൾ സാലറി കുറച്ച് മാറ്റി വെച്ച് പതുക്കെ ചെയ്യാൻ വിചാരിക്കുന്നത്. എന്തായാലും അവൻ പറഞ്ഞു ഞാൻ എന്തായാലും എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അവൻ എൻ്റെ വിടത്തില്ല. അപ്പോൾ എന്തായാലും ഈ സാലറി ഒക്കെ മാറ്റി വെക്കാൻ മാത്രമുള്ള വലിയ മനസ്സൊക്കെ ഉണ്ടോ സുമി? എങ്ങനെയാള് വലിപ്പമുള്ള മനസ്സാണോ? അത്യാവശ്യം. അപ്പൊ കുറച്ച് കുറവുണ്ടെന്നാണോ? സുമിക്ക് എതിരഭിപ്രായം ഉണ്ട്? ഇല്ല. അപ്പോൾ അവൻ കൂടെ ഉണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ 3 പേരായി. പതുക്കെ ചില സമയങ്ങളിൽ നമ്മൾ അപ്പോൾ എന്താ മലാവിൽ പ്രത്യേകത പറഞ്ഞാൽ പെട്ടെന്ന് ഡീവാലുവേഷൻ ഒക്കെ വരും. വിചാരിക്കുന്ന ബഡ്ജറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം. ഇപ്പം ഞങ്ങളെ സിമെൻറ്റ് ആദ്യം വാങ്ങുന്ന 6000-7000 കോച്ചിക്ക് ഒരു സിമെൻറ്റ് കിട്ടുമായിരുന്നു. പെട്ടെന്ന് കൊറോണ വരെയും അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ വന്ന് ഡീവാലുവേഷൻ വന്നു പെട്ടെന്ന് മലാവിൽ, ഇരട്ടി പ്രൈസായി സിമെൻറ്റിന്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ചെറിയ ബഡ്ജറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം അവരെയും കൂടെ കൂട്ടി കുറച്ച് പൈസയൊക്കെ അവരോട് മേടിച്ച് അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ പതുക്കെ തുടങ്ങിയ പരിപാടി. ഞങ്ങൾ സംസാരിക്കാൻ വേണ്ട നമുക്ക് ഒന്നും കൂടെ വൃത്തിയാക്കിക്കൂടെ അത്. അപ്പോൾ ഞങ്ങൾ പ്ലാസ്റ്ററിങ് വേണ്ടാന്ന് ആദ്യം തീരുമാനിച്ചു, ഒരു പോയിൻ്റ് ഔട്ട് ചെയ്യാം നമുക്ക്. പിന്നെ അപ്പോൾ ഞങ്ങൾ ആശുപത്രിയൊക്കെ പറഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാം, പ്ലാസ്റ്റർ ചെയ്യാം, എത്ര ബാഗ് സിമെൻറ്റ് വേണം നോക്ക്. അപ്പോൾ ഓക്കെ ഞങ്ങളങ്ങനെ ഒരു ബാഗ്, ഒരു സാലറി കിട്ടുന്ന സമയത്ത് 1 ബാഗ് 2 ബാഗ്. അപ്പോൾ നമ്മുടെ സാലറിയിൽ നിന്ന് ഒരു 17,000 കോച്ചയ്ക്ക് സിമെൻറ്റ് 15,000 കോച്ചയ്ക്ക് സിമെൻറ്റ് ഞങ്ങളെ കൊണ്ട് പറ്റും. അപ്പോൾ ഞങ്ങൾ വിചാരിക്കും ഓക്കെ ഇപ്രാവശ്യം പുറത്തൊന്നും പോകണ്ട, ഔട്ടിംഗ് ഒന്നുമില്ല, അല്ലെ ടൂർ പോകണ പരിപാടികളൊന്നുമില്ല, ഈ പൈസ എടുത്ത് മാറ്റി വെച്ചിട്ട് ഇതുകൊണ്ട് സിമെൻറ്റ് മേടിക്കുക. ആ ഒരു ക്ലാസ് റൂം മാത്രമേ പ്ലാസ്റ്റർ ചെയ്യുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഉള്ള പൈസയ്ക്ക് ചിലപ്പോൾ ഒരു ചുമരേ പ്ലാസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ, അത് കഴിഞ്ഞ് അവിടെ കിടക്കും. അപ്പോൾ അത് അങ്ങനെ 1.5 വർഷം എടുത്തു തീരാൻ വേണ്ടി. ചിലപ്പം ഒരു 1-2 മാസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, കാരണം ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന, ഞാൻ പറഞ്ഞു ഞങ്ങൾ പ്ലാസ്റ്ററിങ് വർക്ക് നടക്കുന്ന സമയത്താണ് ബാക്കി 2 ആൾക്കാർ വന്നത്, ഞങ്ങളെക്കാൾ മുമ്പ് അവർ തീർന്നു. അവരൊരു ഫണ്ടുണ്ട്, അവർക്ക് പൈസ തരാം, ഒന്നിച്ച് 50 ബാഗ് സിമെൻറ്റ് അവർ കൊണ്ടുവന്നിറക്കി, മരങ്ങളും ഷീറ്റൊക്കെ അവർ ഒറ്റയടിക്ക് ഇറക്കി വെച്ചു, അതങ്ങ് പണി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓക്കെ നമ്മുടെ പണി എടുത്തോട്ടെ, പൈസ തന്ന ആൾക്കാരുണ്ടല്ലോ അത് പണിയാന്ന് പറഞ്ഞ് ആളുകളെല്ലാം കൂടെ അതിൻ്റെ പണിയിലേക്ക് പോയി, അത് തീർത്തു. അത് ഞങ്ങളുടെ കമ്പനി വന്നു, വലിയൊരു ബിൽഡിങ്, മലാവി ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡേർഡ് സൈസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്നോട് സ്കൂൾ തുടങ്ങുന്ന സമയത്ത് അവിടുത്തെ ഒരു ഗവൺമെൻറ് ഒഫീഷ്യൽ ഒരാൾ പോയപ്പോൾ പറഞ്ഞു നിങ്ങളിതിൻ്റെ ഒഫീഷ്യൽ സൈസൊക്കെ നോക്കിയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു ഞാൻ സ്കൂൾ ഉണ്ടാക്കുകയല്ല, ഒരു ചെറിയ ഷെൽട്ടർ, നിങ്ങൾക്കിത് വേണ്ടെങ്കിൽ ഇനി ഗവൺമെൻറ് പുതിയ ബിൽഡിംഗ് പണിയാൻ പ്ലാനിങ് ഉണ്ടെങ്കിൽ ഇത് പൊളിച്ചു കളഞ്ഞോ നിങ്ങൾ, ഞങ്ങൾക്ക് കുഴപ്പമില്ല, പക്ഷേ അതുവരെ കുട്ടികൾ നനയാതിരിക്കുക എന്നുള്ള മാത്രമേ എൻ്റെ ലക്ഷ്യമുള്ളൂ. സ്റ്റാൻഡേർഡ് സൈസ് ഒന്നുമില്ല. ഇവിടുത്തെ കുട്ടികൾ ഇത്ര 100 ചില്ലാൻ കുട്ടികളുണ്ട്, 1 മുതൽ 4 വരെ. അവർക്ക് ഒരു 50 പേർക്ക് ഇരിക്കാൻ പാകത്തിനുള്ളൊരു ക്ലാസ് റൂം, അതിനകത്ത് ഇരുന്നൂർ പഠിക്കുക. അത് കഴിഞ്ഞ് ബിൽഡിങ് പോയിക്കോട്ടെ, അതൊരു മെമ്മറി ആയിട്ട് ഇരിക്കണമെന്നോ അല്ലെ അതൊന്നും ഞങ്ങൾക്ക് വേണ്ട, ജസ്റ്റ് ഞങ്ങളൊരു സാധനമായിട്ട് ഇരുന്നോട്ടെ എന്ന് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ ഇല്ല നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്തോളൂ, ജസ്റ്റ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു എൻജോയ് ഒന്നുമല്ല. പെട്ടെന്ന് ഒരു വിചാരിക്കുക നമ്മൾ പുറത്ത് വരുന്ന ആൾക്കാരാകുമ്പം ഒരുപാട് ഫണ്ട് ഉണ്ട് നമ്മുടെ കയ്യിൽ, അങ്ങനെ ചെയ്യാൻ പലപ്പോഴും ഒരു വിചാരിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഒറ്റയ്ക്കുള്ളൊരു പരിപാടിയാണ്, ഇവിടുത്തെ ആൾക്കാരെ കൂട്ടി ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവരൊക്കെ നിങ്ങളത് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഈ ഉണ്ടാക്കിയ സമയം കൊണ്ട് ഞങ്ങളുടെ കമ്പനി വന്നു, അതിമനോഹരമായിട്ടുള്ള ഇപ്പുറത്തും അതിൻ്റെ ഇപ്പുറത്ത് വേറൊന്നും കൂടെ വന്നു. അപ്പോൾ ഞങ്ങൾ ഈ 1.5 വർഷം എടുത്ത സാധനം 1-2 മാസം കൊണ്ട് അവർ തീർത്തു. അപ്പം നമ്മളെടുത്തൊരു സ്ട്രഗിൾ എന്ന് പറയുന്നത് 1.5 വർഷത്തെ ഇതാണ്. പൈസ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ വരുന്ന കാര്യം സ്ലോലി നമ്മുടെ കയ്യിലുള്ള കുഞ്ഞു പൈസ, 1 ബാഗ് സിമെൻറ്റ് വാങ്ങി, അല്ലെങ്കിൽ ചിലപ്പോൾ മണൽ കൊണ്ടുവരാൻ വേണ്ടി വണ്ടി, മണൽ അവർ തന്നെ കോരും പുഴയുന്നു. ഞങ്ങൾ അവരോട് പറയും മാക്സിമം മാൻ പവർ യൂസ് ചെയ്യുക, നമുക്ക് പറ്റാത്ത കാര്യം മാത്രം നമ്മൾ പൈസ കൊടുത്ത് ചെയ്യുക. പെയിൻ്റ് അടിക്കാൻ വേണ്ടി ഞങ്ങൾ 2 കൂടെ പെയിൻ്റ് അടിച്ചു. പെയിൻ്റ് അടിക്കാൻ അവർക്ക് അറിയില്ല, കാരണം പ്ലാസ്റ്ററിങ് വില്ലേജുകൾ ഇല്ലാത്തതുകൊണ്ട് തേക്കാനുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞങ്ങൾ വേറെ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് തേപ്പിച്ചു. അതുപോലെ തന്നെ പെയിൻ്റ് അടിക്കാൻ നേരത്ത് ഞങ്ങൾ ചോദിച്ചപ്പോൾ പുറത്തുള്ള സിറ്റിയിലുള്ള ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർ വലിയ എമൗണ്ടൊക്കെ പറയും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങളെ കൊണ്ട് കഴിയില്ല. ഞങ്ങൾ 2 പേരും ഒരു റോളറൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ അടിച്ചു തുടങ്ങി. കൂടെ മജാവോ എന്നൊരു പയ്യനുണ്ട് നമ്മുടെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്ന്, അവനിത് കണ്ടുപഠിച്ചു, അവനും പെയിൻറ് ചെയ്യാൻ കേപ്പബിലിറ്റി. അങ്ങനെ ഈ സമരത്തിൽ തോളോട് തോൾ ചേരാന്ന് കല്യാണത്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഞാനിങ്ങനെ ഇതിലേക്ക് വരുന്ന ഒരു പ്രതീക്ഷയില്ലാത്ത, അങ്ങനെ ഒരു ഇതും ഇല്ലായിരുന്നു. ഞാൻ ജസ്റ്റ് പോവാ, നമ്മള് ഹസ്ബൻഡിന്റെ കൂടെ നിൽക്കുക എന്നുള്ള ഒരു ഇതിൽ ഇങ്ങനെ പോയതാണ്. പിന്നെ
പിന്നെ എനിക്ക് വേറെ പണിയൊന്നും ഇല്ല എന്നിട്ട് രാത്രി പറഞ്ഞോ ഇതൊന്നും നമുക്ക് പറ്റിയ പരിപാടിയല്ല കേട്ടോ, അങ്ങനെ പറഞ്ഞില്ല. ഇല്ല 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 എന്താ പറയാത്തെ? അങ്ങനെ എനിക്ക് തോന്നിയില്ല. എനിക്കിങ്ങനെ ഒപ്പം ചേരണം അങ്ങനെ നമുക്കും കൂടെ കൂടണം എന്നുള്ള ഒരു ആഗ്രഹം പിന്നെ വന്ന്. കാരണം മനുഷ്യർ അത്രയും നിഷ്കളങ്കരാണ്. ഇപ്പം നമ്മൾ ആര് വന്നാലും അവരുടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചില ആളുകളെ സംബന്ധിച്ചോളം അവരുടെ അടുത്തേക്ക് നിൽക്കാനൊരു മടി ഉണ്ടാവും, അല്ലെ അവരങ്ങനെ ചിലപ്പോൾ ചില ആൾക്കാർ മാറ്റി നിർത്തും. ഇവരിങ്ങനത്തെ ആൾക്കാരാണ്, ആഫ്രിക്കൻസ് ആണ്, അല്ല അവർ വൃത്തി ഉണ്ടാവില്ല, ഡ്രസ്സ് പഴയതായിരിക്കും, കീറിയതായിരിക്കും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചോളം അതൊരു പ്രശ്നമേ ആയിരുന്നില്ല. ഞാനെപ്പോഴും ചിന്തിക്കുക, നമ്മളും പണ്ട് ഇങ്ങനെ ആയിരുന്നൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. പൊട്ടിയ ചെരുപ്പ്, അതിൽ മറ്റേ സ്റ്റാപ്പർ അടിച്ചോ അല്ലെങ്കിൽ വള്ളി കെട്ടി വെച്ച് ഒക്കെ നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലൈഫ് പെട്ടെന്ന് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവരെ ചേർത്ത് പിടിക്കാൻ ഒരു മടി ഉണ്ടായിരുന്നില്ല. പലപ്പോഴും എല്ലാവരും സുമീനോട് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് നിങ്ങൾ അവരുടെ വീട്ടിലൊക്കെ പോയി നിൽക്കുക? ഒരു വിമർശനം പോലെ പറഞ്ഞിട്ടുണ്ട് സുമീനോട്. ഞങ്ങളിങ്ങനെ ആ വോയിസ് ഒക്കെ കേൾക്കുന്ന സമയത്ത്. പക്ഷെ പലപ്പോഴും നമ്മുടെ നാട്ടില് ഇവിടെയുള്ള വീടുകളെക്കാളും വൃത്തി അവിടെ ഉണ്ട്. അവരുടെ വീടിന്റെ ചുറ്റുപാടാണെങ്കിലും പാത്രങ്ങളാണെങ്കിലും എല്ലാം മണ്ണാണ്, പക്ഷെ നല്ല വൃത്തിയുള്ള സ്ഥലങ്ങളാണ്. ഞാനത് പല കമന്റ്സിലും റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതേപോലെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ അവിടുത്തെ അത്ര വൃത്തി ചില വീടുകളിൽ ഇവിടെ ഉണ്ടാവില്ല. നമ്മൾ ഭയങ്കര ടൈലൊക്കെ ഇട്ട് അടിപൊളി വീടായിരിക്കും, പക്ഷേ കിച്ചണിൽ ചെല്ലുമ്പോഴോ അല്ലെ എവിടെ ചെല്ലുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ പോലും നമുക്ക് അത്ര വൃത്തി ഉണ്ടാവില്ല. പക്ഷെ അവരെന്ന് പറഞ്ഞാൽ അവരുടെ മണ്ണായിരിക്കും, പക്ഷെ നല്ല തൂത്ത് വൃത്തിയാക്കി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. പാത്രങ്ങളൊക്കെ വളരെ ഞാൻ പണ്ട് പാത്രം കഴുകി കണ്ടിട്ടുണ്ട്. പാത്രത്തില് കൈ കൊണ്ട് മണ്ണ് തൊട്ടിട്ട് കുറച്ച് വെള്ളമാക്കിയിട്ട് നന്നായിട്ട് കഴുകും. അപ്പൊ നന്നായിട്ട് വെളുത്ത് വരുന്നത് ഞാൻ അവിടെ ചെന്നിട്ടാണ് അതൊക്കെ കണ്ടത്. നമ്മള് സോപ്പും ഒക്കെ വെച്ചാണല്ലോ പാത്രം കഴുകുക. അതിനൊക്കെ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് അവിടെ ചെയ്യുന്നത്. ഈ കുട്ടികളുമായിട്ടുള്ള സുമിയുടെ ഒരു സ്നേഹം ഉണ്ടല്ലോ, അത് ഭയങ്കര രസമായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ട്. വീഡിയോ കാണുന്നവർക്കും ആ ഒരു സ്നേഹം കിട്ടുന്നുണ്ട്. അവരുമായിട്ട് അപ്പൊ കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജിന്റെ പ്രോബ്ലംസ് ഒന്നും ഇല്ല, സ്നേഹം മതിയല്ലേ? അവർക്ക് അങ്ങനെ നമ്മൾ ഇംഗ്ലീഷിലാണ് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറ്, പക്ഷേ ഗ്രാമർ വൈസിലൊന്നല്ല. നമ്മളിപ്പോൾ ടേക്ക് എന്ന് പറയും, ഇങ്ങനെ കാണിച്ചു കൊടുക്കുക, അപ്പോൾ അവർക്ക് മനസ്സിലാവും അത് എടുക്കാനുള്ളതാണെന്ന്. അങ്ങനെ കുഞ്ഞു കുഞ്ഞു വേർഡ്സിലാണ് കുട്ടികളോടൊക്കെ നമ്മൾ സംസാരിക്കുക. പിന്നെ ഞാൻ ഇടയ്ക്ക് മലയാളത്തിലൊക്കെ പറയും, എടാ അങ്ങോട്ട് നിൽക്കുന്നൊക്കെ ഞാൻ പറയാറുണ്ട്. കുറച്ച് കമ്പനി ആയി പോയി അവരോട് അങ്ങനെ. അപ്പൊ ഇഷ്ടമുള്ള കുട്ടികളൊക്കെ ഇപ്പൊ ഉണ്ടല്ലേ ഒരുപാട് പേര്? കുറേ പേരുണ്ട്. ആദ്യം എനിക്ക് ചെന്നപ്പോ എല്ലാവരും അങ്ങനെ ഈ ആളാണ്, അത് വലിയ ആൾക്കാരെ കാണുമ്പോൾ, കുട്ടികളല്ല വലിയ ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫേസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇപ്പൊ എല്ലാം ഡിഫറെന്റ് ആണ്. എല്ലാം നമ്മുടെ ഇവിടെ ഐഡന്റിഫൈ ചെയ്യണ പോലെ തന്നെ എല്ലാം ഡിഫറെന്റ്, ഓരോരുത്തരും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ നമ്മൾ ആദ്യം വിചാരിക്കും ആഫ്രിക്കൻസ് എല്ലാവരും ഒരേ ഫേസ് കട്ടാ കുട്ടികളെ കണ്ടാൽ മനസ്സിലാവും. പക്ഷെ നമ്മൾ അവരോട് അടുത്തൊക്കെ നിൽക്കുന്ന സമയത്ത് മനസ്സിലാവും അവരെല്ലാവരും വ്യത്യസ്തമാണ്, അവരുടെ ഫേസിൽ വ്യത്യാസമുണ്ട്. ഭയങ്കര ക്യൂട്ടാണ് പിള്ളേരെല്ലാവരും. വേറെ ആരും ഇങ്ങനെ അവരുടെ കൂടെ ചെന്ന് ഇരിക്കുകയോ അല്ലെങ്കിൽ അവരുടെ വീടുകളിൽ പോയിരിക്കുകയോ ഒന്നും ചെയ്യാത്ത, അവർക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് ഞങ്ങൾ ആദ്യം ചെല്ലുമ്പോൾ ഭയങ്കരമായിട്ട് അത്ഭുതമോ അതിശയോ അങ്ങനെയൊക്കെയാ. എന്നെ ഇങ്ങനെ വന്ന് തൊട്ട് നോക്കും, മുടി പിടിച്ചു നോക്കും. അവർക്ക് കുറച്ച് മുടിയല്ലേ ഉള്ളു, അപ്പൊ ഇതിങ്ങനെ വലിച്ചു നോക്കും ഒറിജിനൽ ആണോന്ന് അറിയാൻ വേണ്ടിട്ട്. അവർക്ക് വെപ്പുമുടിയാ, പെണ്ണുങ്ങളെല്ലാരും ഇതിങ്ങനെ ഫിക്സ് ചെയ്യാൻ മുടി. അപ്പൊ ഇത് സുമീന്റെ അങ്ങനെ ഇങ്ങനെ വെറുതെ കിടക്കുകയാണുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഫിക്സ് ചെയ്തു എന്നൊക്കെ അറിയാൻ വേണ്ടി വന്ന് ചോദിക്കും. അപ്പോൾ ഞങ്ങളത് ഒറിജിനലാണെന്ന് പറയുമ്പോൾ അവർക്ക് വിശ്വാസമില്ല. അങ്ങനെ ഒറിജിനൽ മുടി പെണ്ണുങ്ങൾക്ക് ഉണ്ടെന്നുള്ള അവർക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർ പിന്നെയും നോക്കും, ഇത് എവിടെയോ നമ്മൾ ഒട്ടിച്ച് വെച്ചേക്കാണ്, ഇതെങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്, ഇത് എവിടെ വാങ്ങാൻ കിട്ടും, അങ്ങനെയൊക്കെ ചോദിക്കും ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ പറയില്ല, ഞങ്ങളുടെ ഹെയർ ഇങ്ങനെ തന്നെയാണ്. അതവർക്കൊരു അത്ഭുതമാണ്. പിന്നെ ഞങ്ങൾ കാണിച്ചു കൊടുത്തു നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ ഹെയർ ഒക്കെ ഇങ്ങനെയാന്ന് പറഞ്ഞ് ഫോണിൽ വീഡിയോ ഒക്കെ എടുത്തിട്ട് എല്ലാവരും കാണിക്കുകയൊക്കെ ചെയ്തു. അവർക്ക് അറിയില്ല പുറമെ ഇങ്ങനെ ഒരു ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ളതാന്ന്. കുറെ ഉള്ളിലേക്കുള്ള ഇല്ലല്ല, അത്രയും ഒരു ട്രാവൽ ചെയ്ത് പോകണമെങ്കിലും കുറേ എമൗണ്ട് വേണമല്ലോ. അതൊന്നും അവർ ചിലപ്പോൾ ഒരു മാസം പണിയെടുത്താൽ പോലും കിട്ടില്ല. അവിടെ ട്രാവൽ എക്സ്പെൻസ് കൂടുതലാണ്. അതായത് ലോക്കൽ ട്രാവൽ ആണെങ്കിലും നല്ല എക്സ്പെൻസ് ആണ്. ഇപ്പോഴും കാളവണ്ടിയും സൈക്കിൾ ടാക്സി ഒക്കെയാണ് ഏറ്റവും കൂടുതൽ. സൈക്കിളിൽ ടാക്സി ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട് ആളുകൾ. ഞങ്ങളൊരു ഹയർ സെക്കൻഡറിയുടെ പണി അവിടെ നടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് കട്ടോണ്ടര ഞങ്ങൾ കാളവണ്ടിയും കഴുതവണ്ടിയൊക്കെയാണ് ഉപയോഗിക്കല്. അവിടെ ഞങ്ങൾ കോസ്റ്റ് കുറയ്ക്കാൻ നോക്കും. നമുക്ക് എക്സ്പെൻസ് ആണ് ഞങ്ങൾ വിചാരിക്കുന്നതിന് കൂടുതലാണ്. ഈ നമ്മളെ കാണുമ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് ഈ വണ്ടിയുടെ ഓണർമാരൊക്കെ ഇവരുടെ അടുത്ത് ഇഷ്ടംപോലെ പൈസയുണ്ട്. കാരണം ഇത് ചെയ്യുന്ന ശരിക്കും പറഞ്ഞാൽ NGOs ആണ്, അല്ലാതെ ആൾക്കാരും പോയി ഇത് ചെയ്യാറില്ല. അപ്പം നമ്മളെ കാണുമ്പോൾ അവർ ആ മൈൻഡിലാണ് കാണുന്നത്. എന്നിട്ട് പെട്ടെന്ന് ഒരു 1 million എന്നൊക്കെ പറയും, മലാവി കോച്ചിൽ പറയും. അപ്പം നമ്മൾ ഇതെങ്ങനെ കൊടുക്കാൻ വരും? ഞങ്ങൾ പറയും ഞങ്ങൾ ഇങ്ങനെയാണ് വരുന്നത്, നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. എത്ര പറഞ്ഞാലും മനസ്സിലാവും. പിന്നെ ഞങ്ങൾ ഈ കാളവണ്ടി ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ കാളകൾ നടന്നു പോകണ കാണുമ്പോൾ തന്നെ അതിലേറെ സങ്കടം തോന്നും. അതിട്ടിലൊക്കെ തിന്നാനൊന്നും കിട്ടുന്നില്ല, അത് വീഴാനൊക്കെ പോണവരെ പോകണം. പിന്നെ ഞങ്ങൾ സുമി പറഞ്ഞു ഇതിനെ ദ്രോഹിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ചെയ്യണേ, അതുകൊണ്ട് നമുക്ക് വണ്ടി ഉപയോഗിക്കാം. അങ്ങനെ വണ്ടിയെടുത്ത് മണ്ണ് കൊണ്ടുവരികയും ചില സ്ഥലങ്ങളിൽ നമുക്ക് ഈ സാധനങ്ങൾ എത്തിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ
ഉണ്ടാക്കാൻ തുടങ്ങിയ സമയത്ത് ആളുകൾക്ക് ഭയങ്കര ആവേശമായിരുന്നു. നമ്മുടെ LP സ്കൂൾ ഉണ്ടാക്കിയ പോലെ തന്നെ സെക്കൻഡറി സ്കൂൾ ഇപ്പോൾ തുടങ്ങിയ സമയത്ത് ഇവർ വിചാരിച്ചിട്ടുണ്ടെന്ന് ഈ സ്കൂൾ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ റൺ ചെയ്യുന്നതാണ്. പക്ഷേ ഇത് ഞങ്ങൾ ഗവൺമെൻറ്റിനാണ് എല്ലാം സ്കൂൾ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യാറ്. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഗവൺമെൻറ്റിനോട് പറയും ഞങ്ങളുടെ സ്കൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്, എന്നിട്ട് സ്കൂളിന് ലാൻഡുകളുണ്ട് സ്കൂളിനൊക്കെ. അപ്പോൾ ആ ലാൻഡിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് തുടങ്ങി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് ഒരു മനസ്സിലായത് നമ്മൾ ഗവൺമെൻറ്റിന് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അപ്പോൾ ഞങ്ങൾ വെച്ചാൽ ആരും വരുന്നില്ല, പിന്നെ ആൾക്കാർക്കൊരു ഉഷാറില്ല ഒന്നിനും. അപ്പോൾ ഞങ്ങളും കരുതി എന്ത് പറ്റി പെട്ടെന്ന് ആളുകൾ നമ്മളൊന്ന് വിട്ടുപോയി, വരാൻ മടി, കുറച്ച് ആൾക്കാർ വരും കുറച്ച് ആൾക്കാർ വരില്ല. അപ്പോൾ ഞങ്ങൾ സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങി, എല്ലാ കാര്യത്തിനും പൈസ കൊടുക്കേണ്ടി വരികയാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ നിൽക്കില്ല. കാരണം നമ്മൾ ഒരു 3 വർഷത്തെ പ്രൊജക്റ്റിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. ഞങ്ങൾ വിചാരിക്കുന്നത് എങ്ങനെയായാലും ഒരു 2 വർഷം കൂടി സാധനം തീർക്കണം. അപ്പോൾ ഇതിന് ടോയ്ലറ്റ് വേണം, മറ്റു കാര്യങ്ങൾ വേണം, സെക്കൻഡറി സ്കൂളാകുമ്പോൾ ലാബ് വേണം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ സെക്കൻഡറി സ്കൂളായിട്ട് അപ്രൂവൽ ആകും, സ്കൂൾ അവിടെ വരികയും ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യം ചെയ്യണം, ഞങ്ങൾക്ക് ഇത്ര സമയം വേണമെന്ന് ഞങ്ങൾക്ക് അറിയാം. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇവർ വരാതായപ്പോൾ ഞങ്ങൾ ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത് സെക്കൻഡറി സ്കൂൾ ഞങ്ങൾ പണിഞ്ഞാലും കുട്ടികൾ പഠിക്കണേ ഫീസ് കൊടുക്കണം. ഈ ഫീസ് കൊടുക്കാൻ ഈ വില്ലേജിൽ ഒരാൾക്കും കഴിയില്ല. അപ്പോൾ നിങ്ങൾ ഈ സ്കൂൾ ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് ഈ ആളുകൾ ഫ്രീ ആയിട്ട് വന്ന് പണിയെടുത്ത് സ്കൂൾ ഉണ്ടാക്കി തീർത്താലും അവരെ മക്കളെ പഠിപ്പിക്കാനുള്ള ഫീസില്ല. ഇവർ കരുതിയിരുന്ന ഞങ്ങൾ വന്ന് ഈ സ്കൂൾ ഉണ്ടാക്കുന്നത്, ഞങ്ങൾക്കാണ് സ്കൂൾ ഉണ്ടാക്കുന്നത്, ഞങ്ങൾ ഈ സ്കൂൾ റൺ ചെയ്യും, അവരെ കുട്ടികളൊക്കെ അവിടെ ഫ്രീ ആയിട്ട് പഠിക്കുന്നുള്ളൊരിതുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നിരന്തരം ഇവരെ വിളിച്ച് ബ്രെയിൻ വാഷ് ചെയ്യാൻ തുടങ്ങി. എല്ലായിടത്തും അങ്ങനെയാണ്, ഫീസ് കൊടുക്കേണ്ടി വരും നമ്മൾ. അപ്പോൾ അതിനുള്ള വഴി നമുക്ക് എന്തെങ്കിലും കണ്ടെത്താൻ ശ്രമിക്കാം, നിങ്ങൾ നല്ല പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഞങ്ങൾ സ്പോൺസർമാരെ കണ്ടെത്തി തരാം, ആരെങ്കിലുമൊക്കെ പഠിപ്പിക്കുമായിരിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇപ്പോൾ കുറച്ചുകൂടെ മാറി. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സമയം എടുത്തു ഒരു ഫൗണ്ടേഷൻ വർക്ക് തീരാൻ വേണ്ടി. ഫൗണ്ടേഷൻ എക്സ്കവേഷൻ എല്ലാവരും വന്ന് ഭയങ്കര ആക്റ്റീവായിരുന്നു. പിന്നെയാണ് ഞങ്ങൾ ഈ ഇതിൻ്റെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കണം എന്ന് ഈ കമ്മിറ്റിക്കാരോട് പറയുന്ന സമയത്താണ് എന്ത് രജിസ്ട്രേഷനാണ് വേണ്ടത്, അപ്പോൾ ഗവൺമെൻറ്റിലേക്കാണ് പോകണേന്ന് പറയുമ്പോഴത്തേക്ക് ഇവർ ചർച്ചയായി. ഇതുകൊണ്ട് കാര്യമില്ല, നമ്മുടെ മക്കൾ പഠിക്കണേ, നമ്മുടെ ഇവിടുന്ന് പൈസ ഉണ്ടാക്കണം. ആ ഒരു വീട്ടിൽ 5-6 കുട്ടികളാണുള്ളത്, പോപ്പുലേഷൻ ഭയങ്കര, അത് പോപ്പുലേഷൻ ഇവർ നിയന്ത്രിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഈ ഇവരുടെ ജീവിത നിലവാരം ഉയരാത്തതിൻ്റെ ഏറ്റവും വലിയൊരു പ്രധാന കാരണം അതാണ്. ഇത്രയും കുട്ടികൾക്ക് ഫീസ് കൊടുക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായി. കാരണം ഒരു കുട്ടി ചിലപ്പോൾ 1 വയസ്സ്, അത് കഴിയുമ്പോൾ അടുത്ത 1 വയസ്സ് പോലും ഗ്യാപ്പില്ലാതെ ആയിരിക്കും കുട്ടികളുണ്ടാവുക. അത്ര ഗ്യാപ്പിൽ കുട്ടികളാണുള്ളത്. അപ്പോൾ ഒരു വീട്ടിൽ തന്നെ അവരുടെ ഒന്നിച്ച് ഒരു ജോയിൻറ്റ് ഫാമിലി ആയിട്ട് താമസിക്കുന്ന ആളുകൾ കുറേ ഉണ്ട്. അപ്പോൾ ഈ എൻജിഒസിൻ്റെ പ്രവർത്തനങ്ങളൊന്നും എത്തിയിട്ടില്ല അവിടെ, അത്രമാത്രം ഉൾഗ്രാമങ്ങളിലേക്ക് എത്തുന്നില്ല. ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം ഉൾഗ്രാമങ്ങളിൽ എത്തുന്ന എല്ലാവരും ഈ സിറ്റിയിലേക്ക് ചേർന്ന് നിൽക്കുക, ആ ഒരു ആക്ടിവിറ്റിയിൽ പോകുക എന്നുള്ളത്. ഒരുപാട് അങ്ങോട്ട് ആളുകൾ ചെല്ലുന്നില്ല എന്നല്ല. ഒരു സെക്കൻഡറി സ്കൂളിൽ ഞങ്ങൾ പണിയാൻ, അവിടെ പ്രൈമറി സ്കൂളുണ്ട്, ആ സ്കൂളിലേക്കും ഒരു ഫർണിച്ചറും ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. കുട്ടികൾ നിലത്തിരുന്നാ പഠിക്കുന്നത്. അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും. എന്തുകൊണ്ടാണ് NGOs നടത്തത്? കാരണം ഇത് കുറച്ച് നമ്മൾ ആദ്യം നിന്ന സ്ഥലത്തുനിന്നാലും കുറച്ചുകൂടെയൊക്കെ സിറ്റിയിലേക്ക് അടുത്തുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ അവിടേക്കൊന്നും ആളുകൾ എത്തുന്നില്ല. എന്തുകൊണ്ടാണ് ഞങ്ങൾ പക്ഷേ നമ്മൾ പണിഞ്ഞ സ്കൂള് അതൊരു വാർത്ത ആയതുകൊണ്ടായിരിക്കണം എനിക്ക് തോന്നുന്നു, അവിടെ ഇപ്പോൾ ഇല്ലാത്ത കാര്യങ്ങളില്ല. അവിടെ എല്ലാ ഫർണിച്ചറും ഞങ്ങൾ ലാസ്റ്റ് ഈ കഴിഞ്ഞ ക്രിസ്മസിൻ്റെ അവധി കിട്ടിയ സമയത്ത് ഞങ്ങൾ പോയി സ്കൂൾ കാണണം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും നിരന്തരം കമൻറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഒരു വീഡിയോ നമ്മൾ കമൻറ്റ് വരുന്ന പഴയ വില്ലേജിലൊന്ന് പോകണം, അതിൻ്റെ അപ്ഡേഷൻ കാണി. അപ്പോൾ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഇത് 300-350 കിലോമീറ്റർ ദൂരത്ത് പോകണം. പോയി അവിടെ സ്റ്റേ ചെയ്യാനുള്ള സംവിധാനം ഇല്ല. നമ്മൾ ആദ്യം പറഞ്ഞാൽ വീടുണ്ട് നമുക്ക് നിൽക്കാൻ. ഇപ്പോൾ പോകുന്ന സമയത്ത് നമ്മൾ നിൽക്കാൻ അവിടെ സംവിധാനമില്ല. അതുകൊണ്ട് ഞങ്ങൾ പോകുക എന്ന് പറയുന്ന ടാസ്ക് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ 2-3 ദിവസമൊക്കെ ലീവ് ഒന്നിച്ച് കിട്ടിയ സമയത്ത് ഞങ്ങൾ ഇവരെ വില്ലേജിൽ പോയി. അവരോട് പറയാതെ കേട്ടോ പോയത് എന്താണ് വില്ലേജ്, നമ്മളിവർക്ക് കുറേ കാര്യങ്ങൾ കിണർ കുഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെറിയ കട ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് മെയിൻറ്റെയിൻ ചെയ്യണം. സ്കൂൾ വൃത്തിയായിട്ട് നടക്കണം. ഒരു മാവ് വെച്ചിട്ടുണ്ട്, ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു മാവ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങളുടെ ഓർമ്മയാണ്, ഈ സാധനം നിങ്ങൾ നോക്കി വളർത്തി വലുതാക്കണം, ഞങ്ങളുടെ സ്നേഹം അതാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ അവിടെ ഉണ്ടോ, നമ്മൾ വരുന്നു എന്ന് പറഞ്ഞ നേരത്തെ ഇത് അറേഞ്ച് ചെയ്ത് തന്നതെന്ന് എത്തിയിട്ട് ഞങ്ങൾ പറയാതെ പോയി. അങ്ങനെ ചെന്ന സമയത്ത് അവിടെ സ്കൂളിൽ ചെന്ന മാറ്റം കണ്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടു. കാരണം ടോയ്ലറ്റ് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന സ്കൂളുകളെക്കാളും മികച്ചൊരു ടോയ്ലറ്റ് വന്നു. ഞങ്ങൾ ഉണ്ടാക്കിയ സ്കൂളിനേക്കാളും അടിപൊളി ഒരു ടോയ്ലറ്റ്. അപ്പോൾ വെച്ചാൽ വേൾഡ് വിഷൻ്റെ ഫണ്ട് ഉപയോഗിച്ച് വേൾഡ് വിഷൻകാരെ നിർമ്മിച്ചു കൊടുത്തതാണ്. എല്ലാ ക്ലാസ് റൂമിലും അടിപൊളി ഫർണിച്ചറുകൾ, ചെയറുകൾ, കുട്ടികൾക്ക് പഠിക്കാനുള്ള സംവിധാനങ്ങൾ എല്ലാം അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ സുമിയോട് പറയുന്നത് നമ്മുടെ ചെറിയൊരു ഇനിഷ്യേറ്റീവ് കൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പം തന്നെ ഉണ്ടായിക്കോണമെന്നില്ല, പക്ഷേ ഇത് ഗ്രാജുവലി അതിന് മാറ്റം വന്നുകൊണ്ടേയിരിക്കും. അവിടെ ഒരുപാട് കാര്യങ്ങൾ മാറി. അപ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട് ആ ഒരു നിമിഷം ആ സ്കൂളിൽ ഞങ്ങൾ കഷ്ടപ്പെട്ടതും ആ സമയത്ത് ഇവർ എഫേർട്ട് ഞങ്ങൾ ആ ഹയർ സെക്കൻഡറി ആക്കിയ സമയത്ത് സുമി ഞാൻ പറഞ്ഞു ഇത് നമുക്ക് സ്റ്റോപ്പ് ചെയ്താലോ, ഇവരാരും വരുന്നില്ല, പിന്നെ നമ്മളെന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. പ്രൈമറി സ്കൂളിൽ ചെന്ന് ഞങ്ങളുടെ പണിഞ്ഞ സ്കൂൾ കണ്ടപ്പോൾ ഞാൻ സുമിയോട് പറഞ്ഞു നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും വലിയ മാറ്റം ചിലപ്പം വന്നേക്കാം, നമ്മൾ വിചാരിക്കുന്നവരായിരിക്കില്ല മാറി. കാരണം നമ്മളിവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ ഇത് താഴേക്ക് പോകുന്നതാണ് ഞങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല, അത്
ഭയങ്കര രീതിയിൽ ഡെവലപ്പായിട്ട് വന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഒരു കുറച്ചുകൂടെ ഒരു ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അങ്ങോട്ട് പോയത്. അപ്പോൾ മലാവി നിങ്ങളെ മെച്ചപ്പെടുത്തിയെന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. ഈ നിങ്ങൾക്കിടയിലുള്ളൊരു ബോണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും കുടുംബം നടന്നു പോകണമല്ലോ. അപ്പോൾ ഇത് ശരിക്കും ബോണ്ട് കൂട്ടുവാണോ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഈ ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനം? ഞങ്ങൾക്കിടയിൽ നല്ല ബോണ്ട് തന്നെയാ. നല്ല അടി കൊടുക്കും? അടിയില്ല, മാന്തലേ ഉള്ളൂ. കടിക്കുമല്ലേ പിടിച്ച്? എങ്ങനെയാ അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ സുമിക്കും നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള അഭിപ്രായം ഉണ്ടായിരുന്നോ, അതേ അരുണിന്റെ കൂടെ കൂടുമ്പോഴാണോ? ഞാൻ അരുണേട്ടന്റെ കൂടെ കൂടിയിട്ടാ അങ്ങനെ ഇത്. ഞാനിങ്ങനെ ഒരു ഒതുങ്ങിയ ടൈപ്പായിരുന്നു. പിന്നെ എൻ്റെ ഇപ്പൊ കാണുന്ന എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും അന്ന് ഇങ്ങനെ ഒതുങ്ങിയിരുന്ന ഒരാളാണ് ഇങ്ങനെ സംസാരിച്ച് വീഡിയോ ചെയ്യണതെന്ന് കാണുമ്പോൾ വിശ്വസിക്കാൻ പറ്റണില്ല. എന്നെ എന്താ പറയാ കുറച്ചും കൂടി ഒന്ന് സംസാരിക്കാനും അല്ലെങ്കിൽ എല്ലാരോടും ഇങ്ങനെ ഒരു ഫോൺ എടുത്തിട്ട് അതിന് മുന്നിൽ പറയാനൊക്കെ കാപ്പബിലിറ്റി ആക്കി തന്നത് അരുണേട്ടനാണ്. അരുണേട്ടന്റെ തോളിൽ തൂങ്ങിയല്ല, അല്ല തിരിച്ചാണല്ലേ, അരുണേട്ടൻ തോളിൽ തൂങ്ങിയാണല്ലോ കംപ്ലീറ്റ് വീഡിയോസ് ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ? അതിനൊരു മാറ്റം ഇല്ല. ഞങ്ങളെ ഇൻട്രോ അങ്ങനെയാണ്. ഇൻട്രോ അങ്ങനെ തന്നെ മതിയെന്ന്. അതാണ് ഞങ്ങൾക്ക് കുറച്ച് കംഫർട്ടബിൾ. നിങ്ങൾ കാണുന്നവർക്കും ഇഷ്ടമാണല്ലേ? പിന്നെ ഞങ്ങൾ എന്താ പറയുക, എൻ്റെ വിശ്വാസത്തിൽ എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ആദ്യം സിറ്റിയിലായിരുന്നല്ലോ, ആ സമയത്ത് ഈ വില്ലേജിൽ നിന്ന് വന്ന പയ്യന്മാരാണ് ലോഡിങ് അൺലോഡിങ് ചെയ്യുന്നത്. അവരോട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അപ്പോൾ ഈ വില്ലേജിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. അപ്പോൾ വില്ലേജിലെ കാര്യങ്ങളൊക്കെ ചോദിക്കും, ഇവരെങ്ങനെയാണ് ജീവിക്കുന്നത് അറിയാൻ ക്യൂരിയോസിറ്റിയൊക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു പയ്യൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, എൻ്റെ കൂടെ വാ, നമുക്ക് ഒരു ദിവസം വില്ലേജ് കാണാൻ പോകാമെന്ന്. അപ്പോൾ ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് ഞങ്ങൾക്ക് അന്ന് ജോലിയില്ല, ഉച്ച 12 മണിക്ക് വരെ ശനിയാഴ്ച ഡ്യൂട്ടി ഉള്ളൂ. അപ്പോൾ എനിക്കൊരു സൈക്കിളുണ്ട്. അപ്പോൾ ഈ സൈക്കിളിൽ ഞങ്ങളിങ്ങനെ കറങ്ങി പോകുമായിരുന്നു, ഇങ്ങനെ വൈകുന്നേരങ്ങൾ ചവിട്ടാനൊക്കെ വേണ്ടി മേടിച്ചൊരു സൈക്കിൾ. ഇവൻ്റെ കൂടെ ഞാനും സൈക്കിളിൽ പോയി, ഇവൻ്റെ വില്ലേജിൽ പോയി. അവിടെ ചെന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആഫ്രിക്കയിൽ അല്ലെ മലാവിയിലെ ആളുകൾക്ക് വേറൊരു ജീവിത രീതിയുണ്ട്, ലൈഫുണ്ട്. കാരണം സിറ്റി കാണുന്ന എല്ലാവർക്കും BMW, ബെൻസ്, ഇങ്ങനത്തെ ലക്ഷറി ലൈഫ്, പാർട്ടി, ബാറുകൾ, ക്യാസിനോ, ഇതിലൊക്കെ എൻജോയ് ചെയ്ത് നടക്കുന്ന നല്ല വെൽ ഡ്രസ്സായിട്ട് നടക്കുന്ന ആഫ്രിക്കൻസിനെ നമ്മൾ കാണുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന പയ്യന്മാരാണെങ്കിൽ അവർ വരുന്ന വെൽ ഡ്രസ്സിലാണ്. അപ്പോൾ നമുക്ക് ഇവരുടെ ലൈഫ് ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടെന്ന് നമുക്കറിയില്ല. കുട്ടികളെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലും കുട്ടികൾ മണ്ണിലൊക്കെ കളിച്ച് കീറിയ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാൻ തിരിച്ചു വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ആലോചിച്ചു, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ ഇവരുടെ ജീവിതങ്ങളൊക്കെ കാണിക്കുക, ഇതിനകത്ത് റവന്യൂ കിട്ടും. അപ്പോൾ എൻ്റെ വിചാരം എന്ന് വെച്ചാൽ യൂട്യൂബ് ചാനൽ അങ്ങ് തുടങ്ങിയിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ പൈസ ഒന്ന് കയറിക്കൊള്ളുന്നതാണ്. അപ്പോൾ എൻ്റെ മെൻറ്റാലിറ്റി തന്നെ. ഇപ്പോൾ ആളുകൾ ഇഷ്ടംപോലെ ഈ നമ്മുടെ വീഡിയോ കിടന്ന എല്ലാവരും ലക്ഷറി വാഹനങ്ങൾ മേടിക്കുന്നു, വലിയ കണ്ടന്റ് ഒന്നുമില്ല, എന്ത് കാണിച്ചാലും ആളുകൾ. അപ്പോൾ ഞാനങ്ങനെ വിചാരിക്കുന്നത് പെട്ടെന്ന് കയറി പോകുന്ന സാധനമാണ്. ഞാൻ പോയൊരു വീഡിയോ കിട്ടു, അപ്പോൾ അവരെ വില്ലേജൊക്കെ കാണിച്ചു, ആരും കാണുന്നൊന്നുമില്ല. നമ്മുടെ ഫാമിലി ആൾക്കാർക്ക് അയച്ചു കൊടുക്കും, ഒന്ന് ലൈക്ക് ചെയ്യാൻ പറയും, ഷെയർ ചെയ്യാൻ പറയും. അപ്പോൾ അതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ പിന്നെ പ്ലാൻ ചെയ്തു, എന്തായാലും സാലറിൻ്റെ ഒരു ചെറിയ ഭാഗം മാറ്റി വെച്ചിട്ട് അതുകൊണ്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിച്ചവർക്ക് കൊടുക്കുക. അപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തുക്കളോട് ഇടയ്ക്ക് വില്ലേജിൽ പോവും, കുറച്ച് ഫുഡ് ഐറ്റങ്ങളൊക്കെ കൊടുക്കും. അങ്ങനെ ചെറിയ രീതിയിൽ പരിപാടികൾ ചെയ്തു പോയി. പെട്ടെന്ന് കൊറോണ വന്നു. എനിക്ക് കൊറോണ പോസിറ്റീവാണ്. അപ്പോൾ ഞാൻ ക്വാറൻറ്റൈൻ ഇരിക്കുകയാണ്. ക്വാറൻറ്റൈൻ ഇരുന്ന സമയത്ത് എനിക്കൊരു കോൾ വന്നു, ഞങ്ങളുടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഒരു ജോലി വേക്കൻസി ഉണ്ട്, താല്പര്യമുണ്ട് വരാമെന്ന്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലാവിലെ നമ്പർ 1 കമ്പനിയാണ്. അവിടേക്ക് ഒരു ജോലി വേക്കൻസി കിട്ടാൻ വേണ്ടി ആൾക്കാർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഇത്രയും കണക്ഷനുള്ള സ്ഥലത്ത് എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ജോലി വേണമെന്ന് വെച്ചാൽ ഞാൻ കരുതി ഇപ്പോൾ വെറുതെ ആളെ പറ്റിക്കാൻ വേണ്ടി പറയുകയാണെന്നല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല കുഴപ്പമില്ല, കിട്ടിയാൽ താല്പര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അന്ന് അടുത്ത ദിവസം തന്നെ കയറിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ക്വാറൻറ്റൈനിലാണ്, അടുത്ത കമ്പനി വർക്ക് ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. പറഞ്ഞു ഓക്കെ, അവിടെ നിന്ന് സമ്മതിക്കുകയാണെങ്കിൽ നിങ്ങൾ കയറിക്കോളൂ, വേക്കൻസി ഉണ്ട്, കയറാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മാവനെ വിളിച്ചു പറഞ്ഞു, അമ്മാവൻ ഈ കമ്പനി ജോലി കിട്ടുകയാണെങ്കിൽ ഗവൺമെൻറ് ജോലി കിട്ടിയവരെയാണ്, നേരിട്ട് കയറിക്കോ, ഇനിയിപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടായാലും വേണ്ടില്ല, മറ്റൊന്ന് റിസൈൻ ചെയ്ത് കയറിക്കോളാൻ പറഞ്ഞു. ഞാൻ അവിടുത്തെ കമ്പനിയിലും പറഞ്ഞ് അങ്ങനെ ജോലി കിട്ടി. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കണമെന്ന് വെച്ചാൽ, ഞാനിതിങ്ങനെ ചെയ്യാൻ പോയതുകൊണ്ട് ഞാനൊരു എമൗണ്ട് മാറ്റി വെക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനേക്കാളും കൂടുതൽ മാറ്റി വെക്കാൻ, അതിനെക്കൊണ്ട് ചെയ്യാനൊക്കെ ആയിരിക്കും എന്നെ മാറ്റി വിചാരിച്ചു. പക്ഷെ പെട്ടെന്ന് എനിക്ക് ജോലി കിട്ടുന്നത് 700 കിലോമീറ്റർ ദൂരെയുള്ളൊരു വില്ലേജിലേക്കാണ്. ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ വിചാരിച്ചു ഈ കമ്പനിയുടെ സിറ്റിയിലുള്ള ഏതെങ്കിലും ഓഫീസിലൊക്കെ ആയിരിക്കും നമുക്ക് ജോലി ഉണ്ടാവുക. അപ്പോൾ എന്നോട് പറഞ്ഞു, ഓക്കെ ജോലി ഉള്ളത് ഇന്ന സ്ഥലത്താണ്, അപ്പോൾ നിങ്ങൾ ഇന്ന ദിവസം അങ്ങോട്ട് പോകാൻ തയ്യാറാക്കൾ, വണ്ടി വരുന്നു. അങ്ങനെ അവിടെ നിന്ന് യാത്ര ചെയ്ത് നമ്മുടെ സിറ്റി വിട്ട് കഴിയുമ്പോഴാണ് നമ്മളിങ്ങനെ കാണുന്ന പുല്ലുമേഞ്ഞ വീടുകളും ഇങ്ങനെ ഡ്രൈ ആയി കിടക്കുന്ന നിലങ്ങളും. ഇതിനിടെ കൂടെ 100-700 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് പോയ സമയത്താണ് ഈ കുട്ടികൾ മഴ നനഞ്ഞ് നിൽക്കുന്നതും. അവിടെ നിന്ന് നമുക്ക് എന്തോ ഇത് ചെയ്യാൻ പറ്റുന്നോ, എന്തോ ഒരു ഇതുകൊണ്ട് അങ്ങനെ നടന്നു പോണ കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കുന്നത്, ഞാൻ സുമിനോട് എപ്പോഴും പറയും, നമ്മൾ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ ആരാധനാലയങ്ങളിൽ പൈസ കളയുന്നതിനേക്കാളും ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ദൈവികത ഉണ്ടാകുന്നത്, അവിടെയാണ് നമുക്ക് എന്തെങ്കിലും കിട്ടുക എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും അമ്മേനോടൊക്കെ പറയും, എന്തെങ്കിലും കാര്യം പറയും, നമ്മളങ്ങനെ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം നമുക്ക്
പിന്നെ ഇതുവരെ സത്യം പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും അനുഭവിച്ചിട്ടില്ല. ഉം. ഒരു തരത്തിൽ ഞങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടില്ല. സ്ട്രഗിൾ ഇല്ലാതെ പിന്നെ അത് അതുവരെയുള്ള ലൈഫ് എന്ന് പറയുന്നത് എൻ്റെ കഴിഞ്ഞ ഒരു വീഡിയോ ഉണ്ട് ഞങ്ങൾ ജീവിച്ച സാഹചര്യം അതെ എന്തായാലും അതെ പറഞ്ഞു. അതിൽ പുതിയ വീടും കാണിച്ചിട്ടുണ്ട്. അതിന്ന് മലാവി മാറ്റിയതാണ്. ഉം. മലാവിലൊരു 3 വർഷത്തെ ജീവിതം കൊണ്ട് മാറി വന്നതാണ്. ഒരുപാട് ആളുകൾ ഇങ്ങനെ പ്രവാസമായിട്ട് ജീവിക്കും, ഒരുപാട് വർഷങ്ങൾ എടുത്ത് ചെയ്യേണ്ട കാര്യം പലപ്പോഴും എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ആരോട് നിങ്ങൾ ഇത്രയും ചെറിയ സമയം കൊണ്ട് ഇത് ചെയ്തെന്നുണ്ടെങ്കിൽ അതൊരു സംഭവം തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ കാരണം നമുക്ക് വേറെ ഇല്ല, നമ്മളെ കിട്ടുന്ന സാലറി തന്നെ മാറ്റി വെച്ച് അതിനും കൂടെ ഈ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ എവിടെയും സ്റ്റെക്കായി പോകാതെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കാര്യങ്ങൾ ചെയ്തു പോയി. ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടില്ല എന്ന് പറയുന്നില്ല, പക്ഷേ എല്ലാം ഞങ്ങൾക്ക് അതിൻ്റെ രീതിയിൽ നടന്നു പോകുന്നുണ്ട്. എവിടെയും ബുദ്ധിമുട്ടില്ല, സന്തോഷം മാത്രം ഉണ്ടായിട്ടുള്ളത്. ബുദ്ധിമുട്ടോ ഒരിക്കലും സങ്കടപ്പെട്ടിരിക്കേണ്ട ആവശ്യം ഒന്നും വന്നിട്ടില്ല. അത് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് അതുകൊണ്ടാണെന്നാണ്. ഈ നാട്ടുകാരൊക്കെ നിങ്ങളെ ഇപ്പൊ എങ്ങനെയാണ് കാണുന്നത്? ഞങ്ങളിപ്പോ പ്രതീക്ഷിക്കുന്നേക്കാളും ഓരോ വീടുകളിലും ഞങ്ങൾ ചെല്ലുമ്പോഴേ ഞങ്ങൾ വിചാരിക്കുന്ന പോലെ ആളുകൾ ഞങ്ങളെ ഭയങ്കര പരിചയമാണ്, പക്ഷെ ഞങ്ങൾക്ക് അവരറിയില്ലോ. പക്ഷെ അവർ ഞങ്ങളോട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ട് ആളുകളോട് സംസാരിക്കുന്ന പോലെയാണ്. സുമി വാ ഇരിക്കുന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പിടിച്ചിരുത്തി വർത്താനം പറയും. നമ്മളവരെ ആദ്യമായിട്ട് കാണായിരിക്കും, പക്ഷെ അവര് നമ്മളെ കണ്ട് 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 വീട്ടിലൊരാളെ പോലെ വാ ഇരിക്കി കഴിക്കുക, എന്താ വേണ്ട, അതല്ല ഇഷ്ടം ഇതല്ല ഇഷ്ടം അങ്ങനെയൊക്കെ ചോദിച്ച് നമ്മളെ ശരിക്കും അത് ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലെങ്കിലും ഒരുപാട് വ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ ഉള്ള കുറച്ച് ആൾക്കാർ നമ്മളെ നിരന്തരം കാണുകയും ഫോളോ അപ്പ് ചെയ്യുകയും വിളിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അവർ നിരന്തരം കമന്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ. സാധാരണ ഫാമിലി വ്ളോഗേഴ്സ് പോലെ അല്ല, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിമർശിച്ചൊക്കെ കളിയാക്കിയൊക്കെ സംസാരിക്കുന്നുണ്ട്. മറ്റേ ചക്കരയും ഈച്ചയും പോലെ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റൊക്കെ ഞാൻ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചുകൂടെ ഒരു ഗൗരവ സ്വഭാവത്തിലുള്ള വ്ളോഗാണെന്ന് തന്നെയാണ് അവർ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ എന്താ വെച്ചാൽ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാറില്ല. ഞങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് വീഡിയോ എടുക്കുക ചെയ്യുക. പലപ്പോഴും ഞങ്ങളെ വീഡിയോ ഈ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പല സ്ഥാപനത്തിനും വിളിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ വീഡിയോ നിങ്ങൾക്ക് ഇത്ര മില്യൺ വ്യൂസിലേക്ക് എത്തും, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാർക്കറ്റ് ചെയ്ത് തരാം. അപ്പോൾ ഞങ്ങൾ ഒരു വട്ടം ഞാൻ ഇങ്ങനെ എത്ര വ്യൂസൊക്കെ കിട്ടുമെങ്കിൽ ഓക്കെ എന്താ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ എന്നോട് പറഞ്ഞു വീഡിയോ എടുക്കുന്നതിൽ അവരൊരു ഐഡിയാസ് പറഞ്ഞു തരും. കുട്ടികളുടെ ഇമോഷൻ സീനുകൾ, ഇവരുടെ മറ്റ് ദാരിദ്ര്യമായ സിറ്റുവേഷൻസ്, ഇതൊക്കെ ആയിരിക്കണം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, എങ്കിലേ ആളുകളിലേക്ക് എത്തും. അപ്പോൾ ഞങ്ങളെ വീഡിയോയിൽ ഇല്ലാത്തൊരു കാര്യം അതാണ്, ഞങ്ങളത് ചെയ്യില്ല. അതിനിപ്പോൾ ഞങ്ങൾക്ക് എത്ര വ്യൂ കിട്ടുമെന്ന് പറഞ്ഞാലും ഞങ്ങളത് ചെയ്യില്ല. അങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റും ഞങ്ങൾക്കറിയാം. അതേപോലെ നെഗറ്റീവ് ഉണ്ടാക്കിയെടുക്കുക, ഒരു നെഗറ്റീവ് തമ്പനെയിലുകളൊക്കെ ഇട്ടിട്ട് അങ്ങനെ നിങ്ങൾ ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ പറ്റും. അങ്ങനെ നെഗറ്റീവ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ കുട്ടികളുണ്ടാകും, കുട്ടികളെ നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളവിടെ ചെല്ലുന്ന സ്ഥലം എന്താണോ അവിടുത്തെ അതിൽ നിന്ന് അവർക്ക് എന്ത് മാറ്റം വരുത്തി എന്നുള്ളതാണ് ഞങ്ങളെ വീഡിയോ ഉണ്ടാവുക. ഒരിക്കലും ഞങ്ങൾ കുട്ടികളെ മോശമായ വസ്ത്രം ഇട്ടുള്ള ഒരു കുട്ടീനെ പോലും വീഡിയോയിൽ കാണിക്കില്ല. ഞങ്ങൾ അവർക്ക് വേണ്ട വസ്ത്രങ്ങൾ മേടിച്ചു കൊടുക്കും, അവരോട് കുളിച്ച് നീറ്റായിട്ട് വന്നിരിക്കാൻ പറയും. ഇത് ആയിരക്കണക്കിന് ആളുകൾ കാണുന്നൊരു സംഭവമാണ്. അവിടെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളൊരിക്കലും ഒരു മോശം നമ്മുടെ രാജ്യം അങ്ങനെ എപ്പോഴും ഞങ്ങളുടെ രാജ്യം തന്നെ ഞങ്ങൾ അവരോടും പറയാം, ഇതും ഞങ്ങളൊരു രാജ്യമാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് നിന്ന് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് നല്ല വൃത്തിയിലായിരിക്കണം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി യൂട്യൂബ് വരെ ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കട്ടെ അവർക്ക്. കാരണം നാളെ ഒരാൾ വന്നിട്ട് ഇവരോട് പറയരുത് ഇവർ നിങ്ങളെ ചൂഷണം ചെയ്തിട്ട് വീഡിയോ എടുത്തിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു വീഡിയോ എടുത്തതിന് എത്ര ഡോളർ കിട്ടുന്നുണ്ട്, ഇത് നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇതിനകത്ത് കിട്ടിയത്. നിങ്ങളൊക്കെ നല്ല ആക്റ്റീവായിരുന്നു, നിങ്ങൾ ആക്റ്റീവായിട്ട് പണിയെടുത്തപ്പോൾ നാട്ടിലെ ആൾക്കാർ ഇത് നല്ല രീതിയിൽ കണ്ടു, അതുകൊണ്ട് കണ്ട്. അപ്പോൾ നിങ്ങളൊരു കിണർ കുഴിക്കുകയാണ്, ഞങ്ങൾ കിണർ കുഴിക്കണം. അപ്പോൾ 6 കിണറുകൾ കുഴിച്ചവിടെ. ആദ്യമായിട്ട് ആഫ്രിക്കയിൽ ഒരു കേരള മോഡൽ കിണർ കുഴിക്കുന്നത് ഞങ്ങളാണ്. കേരളത്തിൻ്റെ തൊട്ടിയും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു കിണർ സംവിധാനം കൊണ്ടിരുന്നതും അവിടെ ഞങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ കിണർ കുഴിക്കുന്ന സമയത്ത് ഈ ആഴ്ച ഞങ്ങൾ വന്ന് വീഡിയോ എടുത്ത് പോയി, അടുത്ത ആഴ്ച ഞങ്ങൾക്ക് വരാൻ പറ്റുള്ളൂ. ഈ വരുന്ന സമയത്ത് നിങ്ങൾ ആ സ്റ്റേജിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മുടെ പ്രേക്ഷകർ വിചാരിക്കും നിങ്ങൾ മടിയന്മാരാണ്, നിങ്ങളെ സപ്പോർട്ട് ചെയ്തൊരു കാര്യമില്ല, ഞങ്ങളോട് നിർത്തിപ്പോകാനേ പറയത്തില്ല. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം, ആക്റ്റീവായിട്ട് ജോലി ചെയ്യണം. 1 മീറ്റർ 2 മീറ്റർ താന്നു പോയത് നമുക്ക് കാണിച്ചു കൊടുക്കണം എന്ന് പറയുമ്പോൾ അവരെ കുഴിച്ച് കാണിക്കും. ഞങ്ങൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾ കാണിച്ചു കൊടുക്കും. ഇത് കണ്ടോ ആളുകളുടെ കമൻറ്റ് എന്താണ്, നിങ്ങൾ ഓരോ ആൾക്കാരെക്കുറിച്ച് ഞങ്ങളുടെ ആൾക്കാർ എന്താണ് പറയുന്നതെന്ന് നോക്ക്, നിങ്ങൾ മടിയന്മാരാണെന്ന് പറയരുത്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ അവർ പറഞ്ഞ് മനസ്സിലാക്കുകയും വീഡിയോ എടുത്ത് തന്നെ റവന്യൂ കിട്ടും, ആ റവന്യൂ ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഒരിക്കലും ഞങ്ങളെ ഒരു നെഗറ്റീവോ അല്ല ഞങ്ങളെ സബ്സ്ക്രൈബേഴ്സിനോ ഫാമിലിക്കോ നമ്മൾ കാരണം ഇങ്ങനൊരു പ്രവർത്തനം ചെയ്യുന്നതുകൊണ്ട് ഞങ്ങളെപ്പോഴും സോഷ്യൽ വർക്കേഴ്സ് എന്നുള്ള പേരേ ഉപയോഗിക്കാറില്ല. ഞങ്ങളെപ്പോഴും ഞങ്ങൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ജോലി ചെയ്യുന്നു, ഞങ്ങൾക്ക് വരുമാനം കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങളെ വീട് ജീവിക്കുന്നുണ്ട്, അതുകൊണ്ട് ആ രാജ്യത്തിന് ഞങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് പറയും. ഒരിക്കലും സോഷ്യൽ വർക്കേഴ്സ് ഞങ്ങൾ ഉപയോഗിക്കരുതേ എന്ന് ഞങ്ങൾ പറയാറുണ്ട്. ഞങ്ങൾ കമന്റ് ചെയ്താൽ അപ്പോൾ തന്നെ കമന്റ് റിപ്ലൈ പലരും പറയാറുണ്ട് ചാരിറ്റി വർക്കാണെന്ന്. അപ്പം ഞങ്ങൾ തിരുത്തി കൊടുക്കാറുണ്ട്, ചാരിറ്റി വർക്കല്ല, ഞങ്ങളുടെ ഒരു ഒഴിവ് സമയം, ഞങ്ങൾക്ക് വേറെ അവിടെ ഒന്നും ചെയ്യാനില്ല, ഞങ്ങളുടെ ഒരു ഒഴിവ് സമയം നമ്മുടെ സന്തോഷം
റെസ്പോൺസിബിലിറ്റി ആ രീതിയിലാണ് ചെയ്യണമെന്ന്. ഇങ്ങനെയൊക്കെ പറയാൻ അരുൺ പറഞ്ഞു തന്നോ? ഇല്ലല്ല. ഭയങ്കര ബുദ്ധിയാണല്ലോ. ശരിക്കും നിങ്ങൾ നന്നായിട്ട് സംസാരിക്കുക കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനിതിങ്ങനെ കേട്ടിരിക്കുക, കാരണം നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ വളരെ കൃത്യമാണ്. അധികം ഒന്നും പറയുന്നില്ല. ഇങ്ങനെ വർത്താനം കേട്ടോണ്ട് തന്നെ ഇരിക്കാൻ തോന്നുന്നുണ്ട്. ശരിക്കും എനിക്ക് തോന്നുന്നു നിങ്ങളുടെ നാട് തന്നെയാണ് നിങ്ങളിപ്പോൾ അതിനെ കാണുന്നത്. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ എൻ്റെ നാടിൻ്റെ പോത്തുകല്ല് ഗ്രാമപഞ്ചായത്താണ്. അവിടെ കൂവക്കോൽ എന്ന് പറഞ്ഞൊരു മലയുടെ മുകളിൽ ഞാൻ താമസിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടുത്തുള്ള നമ്മുടെ ചുറ്റുപാട് ആളുകളുടെ ജീവിത രീതികളുമായിട്ട് ഒരുപാട് സാദൃശ്യമുണ്ട്. ഞാൻ ജീവിച്ചതും കട്ട കൊണ്ട് തേക്കാത്തൊരു വീട്ടിൽ, നിലമിടാത്ത വീട്ടിൽ, ചാണകം മെഴുകിയ വീട്ടിൽ, ഓല പേഞ്ഞ വീട്ടിൽ നിലത്ത് കിടന്നുറങ്ങിയിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അത് എങ്ങനെയാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓടിട്ട് വീടുണ്ടാക്കി. അതും ഒരുപാട് കാലം ഉള്ളും പുറമൊന്നും തേച്ചിട്ടില്ല, ഇങ്ങനെ ജീവിച്ചു പോകുന്നു. പിന്നെ കുറച്ച് പൈസ കിട്ടിയപ്പോൾ അത് തേച്ചുണ്ടായി, ഉള്ളു മാത്രം. ഇപ്പോഴും വീടിൻ്റെ സൈഡൊന്നും തേച്ചിട്ടില്ല. ആ വീടിൻ്റെ വീട്ടിൽ ഇപ്പോഴും കാണാൻ അതിൻ്റെ ഒന്നും തേച്ചിട്ടില്ല ഞങ്ങൾ. അപ്പം ഞാൻ കണ്ട ജീവിതവും ഞാൻ കണ്ട എൻ്റെ ബാല്യമൊക്കെ ചില കുട്ടികളിൽ ഇങ്ങനെ കാണുമ്പോൾ ചെരുപ്പിൻ്റെയൊക്കെ മൊട്ട് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അടിയിൽ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നടന്നു പോയ സാഹചര്യമുണ്ട്. അപ്പോൾ ഞാൻ പക്ഷെ ഇതൊന്ന് എൻ്റയർലി ഡിഫറെന്റ് ആണ്. എനിക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. പക്ഷെ അരുണേട്ടൻ പറഞ്ഞെന്നോ അവരുടെ ലൈഫ് എങ്ങനെയായിരുന്നു, എത്രത്തോളം അവർ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. കാരണം പെട്ടെന്ന് എല്ലാവരും പറയും ഇവർക്ക് ചെയ്യാൻ പറ്റുമല്ലോ, അല്ല ഇവരെ കൊണ്ട് നടക്കാത്ത കാര്യമല്ലേ, ഇവർക്ക് എന്താ ശ്രമിച്ചാൽ നടക്കാത്ത കാര്യമല്ലേ എന്നൊക്കെ ഞാൻ എൻ്റെ വീട്ടിലും കിണറില്ല. ഞങ്ങൾ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ മേളിൽ ചോലയിൽ നിന്ന് ഓസിട്ടാണ് വെള്ളം കൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് എന്താ കിണർ ഒഴിക്കാൻ പറ്റാത്തത്? ഞങ്ങൾ ഫിനാൻഷ്യലി അത്ര മോശമുള്ള ആൾക്കാരൊന്നും ആയിരുന്നില്ല. അത്യാവശ്യം റബ്ബറും പറങ്കിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ വെട്ടലും രാവിലെ വെട്ടിയിട്ട് സ്കൂളിൽ പോണ ലൈഫൊക്കെ ആയിരുന്നു എൻ്റെത്. ഞങ്ങളുടെ വീട്ടിൽ കുഴിക്കാൻ പറ്റിയിട്ടില്ല. സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പം എനിക്കത് മനസ്സിലാക്കി അവിടെ നിന്ന് ശരിക്കും കിണർ കുഴിക്കാൻ പറ്റില്ല എന്ന് കമൻറ്റിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഇവരെന്താ പൊട്ടന്മാരാണോ, മണ്ടന്മാരാണോ? അപ്പം ഞാനടക്കം മണ്ടന്മാരായതാണല്ലോ എൻ്റെ വീട്ടിൽ കിണറില്ലാത്തത്. എനിക്കവിടെ കിണർ കുഴിക്കായിരുന്നു, ചിലപ്പോൾ വെള്ളം കിട്ടിയാനേ. പക്ഷെ ഞാൻ 1 കിലോമീറ്റർ പോയിട്ട് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ഈ രാത്രിയിലൊക്കെ മല കയറി പോയിട്ട് ഓസിൽ വെള്ളം വലിച്ചു കൊണ്ടുവരണം. ചില സമയത്ത് ഓസ് വിട്ടുപോകും, അത് പോയി കുത്തണം. അപ്പോൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ എല്ലാവരും കൂടി കിണർ കുത്താൻ ശ്രമിക്കായിരുന്നു. പക്ഷേ ചെയ്യാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ ഒരാളില്ലാത്തതുകൊണ്ടായിരിക്കും. ചിലപ്പോൾ വാ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു കിണർ കുഴിക്കാം. ഒരു 5-6 വീട്ടുകാർ ഞങ്ങളുണ്ടായിരുന്നു. അവിടെ ഒരു കിണർ കുഴിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ശ്രമിക്കായിരുന്നു. പക്ഷെ ഞങ്ങൾ ശ്രമിച്ചില്ല. അത് ശരിക്കും ഒരാൾ ഇനിഷ്യേറ്റീവ് എടുക്കാത്തതുകൊണ്ടോ എന്തുകൊണ്ടായിരിക്കും, ചിലപ്പോൾ നമ്മുടെ സാഹചര്യമായിരിക്കും. ശ്രമങ്ങളൊക്കെ അവിടെ നടത്തി. അവിടെ നടത്തി, അതിനൊക്കെ റിസൾട്ടും ഉണ്ടായി. അതെ, തുടരുക. നിങ്ങളുടെ ആ ഒരു ഒരുമയും ഈ പറയുന്ന അവിടുത്തെ പ്രവർത്തനങ്ങളും ഒക്കെ ഭയങ്കര സക്സസ് ആയി മുന്നോട്ട് പോട്ടെ. നിങ്ങൾ ലോകം അറിയപ്പെടുന്ന ആൾക്കാരാവട്ടെ. ഇപ്പം തന്നെ കുറേ അറിയുന്നതാണ്. നന്ദിയുണ്ട് സംസാരിക്കാൻ കഴിഞ്ഞു. ഒരുപാട് സന്തോഷം ഞങ്ങൾക്ക്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.